ഇത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് നെറ്റ്വർക്ക്, കമ്പ്യൂട്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം നോഡ് എ ടു ഓൾ അതർ നോഡ്സ് യൂസിങ് ഡിസ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോറിതം. നമ്പേഴ്സ് ഇൻഡിക്കേറ്റഡ് ഷോസ് ദ ലിങ്ക് കോസ്റ്റ്. ഈ ഡിസ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോറിതം തന്നെയാണ് നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതം. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതം എന്ന് ചോദിച്ചാലും ഡിസ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോറിതം എന്ന് ചോദിച്ചാലും ഒന്നാണ്. ഇതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ്. ഇതിന് ഗ്രാഫ് എന്നല്ലേ പറയുന്നത്, ഇന്റർ കണക്ഷൻ ഓഫ് നോഡ്സ്. അപ്പൊ ഇതിന്റെ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം നോഡ് എ ടു ഓൾ അതർ നോഡ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും. കൺസിഡർ ദ ഫോളോയിങ് നെറ്റ്വർക്ക്, കമ്പ്യൂട്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെ. അപ്പൊ നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എത്ര നോഡ്സ് ഉണ്ട്? എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യലൈസേഷൻ ആണ്. നമ്മൾ ആദ്യം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം നോഡ് എ ടു ഓൾ അതർ നോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി നോഡ്സ് ഒക്കെ എങ്ങനെ എഴുതുക? ബി, സി, ഡി, ഇ, എഫ്. ഈ ഡി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോസ്റ്റ് വാല്യൂ ആണ്. അതായത് ഡി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ന് ബിയിലോട്ടുള്ള ഈ 3 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് നൈബർ എന്നാണ് അർത്ഥാക്കുന്നത്. ഡി ഓഫ് സി എന്ന് പറഞ്ഞാൽ എ ടു സിയിലോട്ടുള്ള കോസ്റ്റ് 2 ആണ്. പി ഓഫ് സി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് നൈബർ ഓഫ് സി വിച്ച് ഇസ് എ. അതുപോലെ ഡി, ഇ, എഫ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് എ എന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? എന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് വിത്ത് എ. എന്ന് ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് ആയിട്ട് എത്ര നോഡ്സ് ഉണ്ട്? ബി ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് ആണ്, സി ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് ആണ്, പിന്നെ ഏതാ കണക്റ്റഡ്? ഡി ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് ആണ് അല്ലേ. എന്ന് ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള 3 നോഡ്സേ ഉള്ളൂ, ബി, സി, ഡി. ഇയും എഫും എന്ന് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല. അപ്പൊ എന്തായിരിക്കും? ഇന്റെയും എഫിന്റെ അവിടെ ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഇൻഫിനിറ്റി. ഓക്കെ. ഇനി ഡി ഓഫ് ബി, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ന് ബിയിലോട്ടുള്ള കോസ്റ്റ് എത്രയാണ്? എന്ന് ബിയിലോട്ടുള്ള കോസ്റ്റ് എത്രയാണ്? 3 ആണ് അല്ലെ. അപ്പൊ എന്ന് ബിയിലോട്ടുള്ള ഈ പാത്ത് മാത്രം നോക്കുക, അതിന്റെ കോസ്റ്റ് 3 ആണ്. ബിയുടെ പ്രീവിയസ് നമ്പർ എന്താണ്? എ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ 3, എ ആണ് കേട്ടോ. ഓക്കെ. ഇനി സിയിലോട്ട് എനിക്ക് പോവാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എത്രയാണ്? 2 ആണ്. 2, എത്രയാണ് വരുന്നത്? അപ്പൊ ഓക്കെ, ഡി ഓഫ് ബി, പി ഓഫ് ബി ഓക്കെ ആണ്. 3, എ. ഇനി ഡി ഓഫ് സി, പി ഓഫ് സി. എന്ന് സിയിലോട്ട് ഡയറക്റ്റ് പാത്ത്, ആ ഡി എന്ന് പറയുന്നത് കോസ്റ്റ് ആണ് 2. സിയുടെ തൊട്ട് മുന്നത്തെ നൈബർ ഏതാണ്? എ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2, എ ആവും. ഓക്കെ. ഇനി ഡി. ഡിയിലോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് എന്നല്ലേ. എയും ഡിയും ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ആ കോസ്റ്റ് എത്രയാണ്? 5 ആണ്. അപ്പോ 5, എ. ഓക്കെ. അപ്പൊ ഇതാണ് ആദ്യം. അപ്പൊ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഇത് നോക്ക്, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ഈ 2, എ അല്ലേ ചെറിയ വാല്യൂ. ആ 2, എ എന്തിനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ്? സീനെ കറസ്പോണ്ട് ചെയ്തിട്ടാണല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ഇതെന്ന് പറയുന്നത് എ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ഇതിന്ന് നമ്മുടെ നോഡ്സിന്റെ സബ്സെറ്റിലേക്ക് സീനെയും കൂടി ആഡ് ചെയ്തു. 2, എ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണ്. ഈ വാല്യൂസിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് 2 ആണ്. അത് സീനെ കറസ്പോണ്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എ സി എന്നുള്ളത് വരും. ഇനി നമുക്ക് ത്രൂ എയും പോവാം, ത്രൂ സിയും പോവാം. അപ്പൊ നമ്മുടെ കണക്ഷൻസ് കൂടും. ഇനി ബിയിലോട്ട് എയും ഉണ്ട്, സിയും ഉണ്ട് അല്ലെ. എയും ഉണ്ട്, സിയും ഉണ്ട്. ബിയിലോട്ട് പോണെങ്കിൽ നമുക്ക് എ ത്രൂ എ പോകാൻ പറ്റും. അപ്പൊ അത് വ്യത്യാസമൊന്നും വരില്ല. അത് 3, എ ആണ്. ഇനി ഇവിടെ സീനോ എഴുതേണ്ട ആവശ്യമില്ല. സി ഓൾറെഡി നമ്മുടെ നോഡ് സെറ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഒന്നും എഴുതണ്ട. ഇനി ഡി. ഡിയിലോട്ട് പോണെങ്കിൽ ഏന്ന് ഡിയിലോട്ട് ഡയറക്ട്ലി പോവാം. അതാണ് ഈ 5 കൂടെ പോകാൻ പറ്റും അല്ലെ. ഏത് ഡിയിലോട്ട്
ഡയറക്ട്ലി ഈ 5 വഴി പോകാൻ പറ്റും. ഇനി എന്ന് ഡിയിലോട്ട് ത്രൂ സിയും പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ സിയും കൂടി നമ്മുടെ സെറ്റിലേക്ക് ഉൾപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നോഡിന്റെ സെറ്റിലേക്ക് ഉൾപ്പെട്ടത് കൊണ്ട് എന്ന് നമുക്ക് ഡിയിലോട്ട് മുന്നേ ഈ 5 എന്ന് പറയുന്ന പാത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സിയും കൂടി വന്നതുകൊണ്ട് നമുക്ക് എ ടു സി, സി ടു ഡി പോവാം. അപ്പോ 2 + 2 4. എന്ന് ഡിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോവാണെങ്കിൽ 5 ആണ്. എന്ന് ഡിയിലോട്ട് ത്രൂ സി പോവാണെങ്കിൽ 4 ആണ്. ഏതാ ചെറുത്? 4 ആണല്ലോ ചെറുത്. അപ്പൊ അവിടെ എന്താക്കണ്ടേ? 4, അതിന്റെ ഡിയിലോട്ട് പോണതിന്റെ തൊട്ട് മുന്നേ ഏതാ വരുന്നത്? സി അല്ലേ? മുന്നത്തത് സി. 4, സി. നെക്സ്റ്റ്, ഇപ്പോഴും ഇ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? എക്കും സിക്കും ഇ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇൻഫിനിറ്റി. പക്ഷെ എഫ് ആയിട്ട് ആർക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്? ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് എയും സിയും വന്നു. അപ്പോ എ ടു എഫ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ത്രൂ സി. അത് എത്രയാണ്? 2 + 1 3. 3, എന്താണ്? സി ആണ്. ഇങ്ങനെ വന്നു. ഇനി നിങ്ങൾ ഇത് നോക്കി, ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 3, സിയും ഉണ്ട്, 3, എയും ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. 3, എ. ഈ ഒരു പാത്ത് ഇത് എന്തിനാണ്? ബി അല്ലേ? നമുക്ക് ബിയും സെലക്ട് ചെയ്യാം, എഫും സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ബിയും സെലക്ട് ചെയ്യാം, എഫും സെലക്ട് ചെയ്യാം. രണ്ടിലും 3, ആണ് വരുന്നത്. 3 ആണ്. പക്ഷെ ഞാൻ ചുമ്മാ ബി സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് 3 നോട്ട്സ് ഉണ്ട്, എ, സി, ബി. നമുക്ക് എ കൂടെ പോവാം, സി കൂടെ പോവാം, ബി കൂടെ പോവാം, അങ്ങനെയൊക്കെ പോവാം. ഓക്കെ. അപ്പൊ ഇവിടെ ബിയുടെ എഴുതേണ്ട ആവശ്യമില്ല, സിയുടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഡിയിലോട്ട് എന്ന് ഡയറക്ട്ലി പോവാണെങ്കിൽ 5, ത്രൂ ബി പോവാണെങ്കിൽ 4, ത്രൂ സി പോവാണെങ്കിൽ 4 അല്ലെ? എന്ന് ഡിയിലോട്ട് ഡയറക്ട്ലി പോവാണെങ്കിൽ 5. ഇപ്പൊ മുന്നേ നമ്മൾ 4 സി എഴുതി. സി മാത്രം ഈ സെക്കൻഡ് സ്റ്റെപ്പില് സി ആയപ്പോൾ നമുക്ക് ഡിയിലോട്ട് 4, സി എന്ന് എഴുതി. ഇവിടെ ഡിയിലോട്ട് നമുക്ക് ബിയും കൂടി വന്ന സ്ഥിതിക്ക് 3 + 1 4, ബി എന്ന് എഴുതാം അല്ലെ? അപ്പൊ 4, ബി എഴുതിയാലും 4, സി എഴുതിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ? നമുക്ക് പുതിയതായിട്ട് മാറ്റൊന്നും വരുത്തണ്ട. 4, സി ഇസ് ഫൈൻ. ബിയിൽ കൂടെ പോയാലും 4 തന്നെയാണ്. എന്നാലും നേരത്തെ അതേപോലെ തന്നെ ഇരിക്കട്ടെ, മാറ്റം വരുത്തേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ. കുറയാണെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ 4, ബി. ഇപ്പൊ സെയിം ആയതുകൊണ്ട് മുന്നേ തന്നെ മതി. ഇനി ഇയിലോട്ട് ഡയറക്ട്ലി കണക്ഷൻ ഉണ്ട് അല്ലെ? എന്ന് ബിയിലോട്ട് ഇപ്പോ എങ്ങനെ ഡയറക്ട്ലി കണക്റ്റഡ്? 3 + 4 അല്ലെ? ഇപ്പൊ എന്ന് ഇയിലോട്ട് ഇപ്പൊ ബിയും കൂടി നമ്മുടെ നെറ്റ്വർക്കിൽ വന്നതുകൊണ്ട് എന്ന് അതുപോലെ തന്നെ. ഓക്കെ. അപ്പോ ഇവിടെ ഇ ഉണ്ട്. ഇയിലോട്ട് ഇപ്പോ എയും സിയും ബിയും ആ നെറ്റ്വർക്കിൽ. ഇയിലോട്ട് നമുക്ക് എങ്ങനെ പോവാം? ബി ത്രൂ പോവാമല്ലോ. അപ്പോ 3 + 4 7. അപ്പോ 7, ഏതാണ്? ഇയിലോട്ട് പോണെങ്കിൽ ത്രൂ ബി അല്ലേ പറ്റുക? ഇയുടെ തൊട്ട് മുന്നത്തെ നൈബർ ഏതാണ്? ബി ആണ്. അപ്പൊ 7, ബി എഴുതാം. ഇനി എഫിലേക്ക് പോകാൻ എങ്ങനെയാണ്? ത്രൂ സിയും ത്രൂ ബിയും പറ്റും. പക്ഷെ ത്രൂ ബി ആണെങ്കിൽ ഡയറക്റ്റ് ഒരു പാത്ത് ഇല്ലല്ലോ. ഇപ്പൊ ബിന്ന് എഫിലോട്ട് എ ബി പോവാണെങ്കിൽ ഇ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പൊ മറ്റേ തന്നെ ആയിക്കോട്ടെ. എന്ന് എഫിലോട്ട് ത്രൂ സി തന്നെ പോകാൻ പറ്റും. അത് 3, സി. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളൊന്ന് ക്ഷമിക്കണേ, എൻ്റെ പെൻ ടാബ് ഇല്ല, ഞാൻ മൗസ് വെച്ചിട്ട് എഴുതുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും മിനിമം ഏതാണ്? 3, സി അല്ലേ മിനിമം? അത് എന്തിനെ കറസ്പോണ്ട് ചെയ്തിട്ടാ? എഫിനെ കറസ്പോണ്ട് ചെയ്തിട്ടല്ലേ? 3, സി സെലക്ട് ചെയ്യുക. അത് എന്തിനെ കറസ്പോണ്ട് ചെയ്തിട്ടാ? എഫിനെ കറസ്പോണ്ട് ചെയ്തിട്ട്. അപ്പോ നമ്മുടെ ഇതിൽ കെ ഉണ്ട്, നേരത്തെ പോലെ സി ഉണ്ട്, ബി ഉണ്ട്, എഫ് ഉണ്ട് അല്ലെ? എഫിനെ കറസ്പോണ്ട് ചെയ്തിട്ട്. നമുക്കിതൊന്നും എഴുതണ്ട, ബി എഴുതണ്ട, സി എഴുതണ്ട, ഡി എഴുതാം അല്ലെ? ഡിയിലോട്ട് എങ്ങനെയാ? ഡിയിലോട്ട് നമുക്ക് ഇങ്ങനെയല്ലേ പറ്റൂ? ത്രൂ സി തന്നെ അല്ലെ? 2 + 2 4, സി. അതന്നെ എഴുതാം, വലിയ മാറ്റമില്ല. പിന്നെ ഇയിലോട്ട് എങ്ങനെ പോകാൻ പറ്റും? ഇയിലോട്ട് നമ്മൾ എങ്ങനെ പോയിരുന്നേ? ത്രൂ ബി പോകുമ്പോ എങ്ങനെയാണ്? ഇയിലോട്ട് ത്രൂ ബി പോകുമ്പോ എ ടു ബി, ബി ടു ഇ എന്ന് പറയുന്നത് 7 ആണ്. പക്ഷേ ത്രൂ എഫ് പോവാണെങ്കിൽ നോക്കിയേ, എ ടു സി, സി ടു എഫ്, എഫ് ടു ഇ. 2 + 1 + 2 എത്രയാണ്? 5. 5 അല്ലേ ചെറുത് അല്ലേ? എഫിലൂടെ പോകുമ്പോ ഇയിലോട്ട് പെട്ടെന്ന് എത്തും. ഇത് എഴുതണ്ട കേട്ടോ. ഇയിലോട്ട് എത്താൻ കുറെ മാർഗങ്ങളുണ്ട്. എ ടു ബി, ബി ടു ഇ ആണെങ്കിൽ 7 ആണ്. പക്ഷെ നമ്മുടെ നോഡിൽ ഇപ്പൊ എഫും കൂടി വന്നു. അപ്പൊ നമുക്ക് എ ടു സി, സി ടു എഫ്, എഫ് ടു ഇ, 2 + 1 + 2 അങ്ങനെയും പോവാം. അതാണ് മിനിമം. സോ അത് നല്ലതാണ് അല്ലേ? ഇനി ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 4, സി ആണ്.
4, C എന്തിനെ കറസ്പോണ്ട് ചെയ്യുന്നു? ഡിനെ കറസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ പുതിയത് എന്താണ്? എ, സി, ബി, എഫ്, പിന്നെ ഡി അല്ലേ? ഡി. അപ്പൊ ഡിയും കൂടി നമ്മുടെ നെറ്റ്വർക്കിലേക്ക് വന്നു. ബി എഴുതണ്ട, സി എഴുതണ്ട, ഡി എഴുതണ്ട, എഫ് എഴുതണ്ട. ഇ മാത്രല്ലേ ഉള്ളൂ ഇനി. ഇനി ഇയിലോട്ട് ഇപ്പൊ ഡി വന്നല്ലോ. ഇനി ഇയിലോട്ട് ഡിയിലോട്ട് ഡി. ഇനിയിപ്പോ ഇയിലോട്ട് നമ്മൾ എങ്ങനെ പോയിരുന്നേ? നമ്മൾ ആദ്യം ഇയിലോട്ട് എ ടു ബി, ബി ടു ഇ ആയിരുന്നു. അത് 7 ആയിരുന്നു, കൂടുതലാണ്. എഫ് വന്നപ്പോ എന്തായി? എ ടു സി, സി ടു എഫ്, എഫ് ടു ഇ. 2 + 1 3, 3 + 2 5. 5 വന്നു, 5, എഫ്. അത് ചെറുതായി. ഇനി ഡിയും കൂടി വന്നപ്പോ അതിനേക്കാളും ചെറിയ റൂട്ട് ഉണ്ടോ നമുക്ക് നോക്കാം. ഇയിലേക്കല്ലേ? എ ടു ഡി, ഡി ടു ഇ. അങ്ങനെ പോയിക്കൂടെ? എ ടു ഡി, ഡി ടു ഇ. എ ടു ഡി എത്രയാണ്? 5 അല്ലേ? എ ടു ഡി 5, 5 + 3 8. ഡി വഴി വന്നാലും 8 ആവും. ഒരു ഡി ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇയിലോട്ട് എത്തണമെങ്കിൽ എ ടു ഡി, ഡി ടു ഇ എന്ന് പറഞ്ഞാൽ 8 ആണ്. അതിനേക്കാളും ഭേദം നേരത്തെ അല്ലേ? 2 + 1 + 2 ആണ്. അപ്പൊ ഇതാണ് ബെറ്റർ. 5, എഫ്. ഇതാണ് ബെറ്റർ. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇത് ഹോൾ സെറ്റപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ആ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കളയാൻ പറ്റും. അതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നേ. ഓക്കെ, ഇത് ഫൈനൽ ആട്ടോ, ആൻസർ ആണ്. ആൻസർ ഇവിടെ ഉണ്ട്. മനസ്സിലാക്കാൻ മാത്രം കേട്ടോ അത് വരച്ചത്. മഹാബോറായിട്ടുണ്ട്. എന്ന് ബിയിലോട്ട് ഇപ്പോ ഒരേ ഒരു മാർഗേ ഉള്ളൂ അല്ലെ? ബിയിലോട്ട് പോവാൻ ഒരേ ഒരു മാർഗേ ഉള്ളൂ. 3, A. ഒരു രക്ഷയില്ല. എന്ന് ബിയിലോട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റൂ. അതിന്റെ ലിങ്ക് കോസ്റ്റ് എത്രയാണ്? 3 ആണ്. ഇനി സിയിലോട്ട് എങ്ങനെ പോകാൻ പറ്റുക? സിയിലോട്ടും ഡയറക്റ്റ് എ ത്രൂ അല്ലേ പോകാൻ പറ്റുക? ഡി ഓഫ് സി, പി ഓഫ് സി കണ്ടോ? 2, A. ഇവിടെയും സി എ പറ്റുള്ളൂ. സി ഇതിന് 2 ആണ്. ഇനി എ സി ആണ് അല്ലെ? ഇനി ഡിയിലോട്ട് പോണെങ്കിൽ ഇവിടെ അല്ലേ ഡി ഇരിക്കുന്നേ? ഡിയിലോട്ട് പോണെങ്കിൽ നിങ്ങൾ ഡിന്റെ ചിത്രം നോക്കിയേ. ഡിയിലോട്ട് പോണെങ്കിൽ സി ത്രൂവേ പറ്റുള്ളൂ. അപ്പോ അല്ലെ ഡിയിലോട്ട് പോണെങ്കിൽ ത്രൂ സി എ പറ്റുള്ളൂ. 2 + 2 4 അല്ലേ? അപ്പോ ഇതിങ്ങനെ വന്നു. ഇനി നമുക്ക് ഇയിലോട്ട് പോണെങ്കിൽ ഇവിടെ ഇ ഉണ്ട്, ഇനി എഫും കൂടി ഉണ്ട്. എഫിലോട്ട് പോണെങ്കിൽ എങ്ങനെയാ പറ്റുക? എഫിൽ പോണെങ്കിൽ ത്രൂ സി എ പറ്റുള്ളൂ. അതായത് ഇവിടെ എഫിലോട്ട് പോണെങ്കിൽ അങ്ങനെ പറ്റൂ. ഇനി ഇയിലോട്ട് പോണെങ്കിൽ എങ്ങനെയാണ്? ത്രൂ എഫ് അല്ലേ? അപ്പോ ഇയിലോട്ട് പോണെങ്കിൽ ത്രൂ എഫ് ആണ്. 2 + 1 + 2. കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ചിത്രം. അനാവശ്യമായ നോട്ട്സ് ഒക്കെ നമ്മൾ കളഞ്ഞു. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. അപ്പൊ നിങ്ങളുടെ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കീ പറയുന്നത് ഇതാണ്. അതിന്റെ കീയിൽ പറയുന്നത് എന്താണ്? മെത്തേഡിന് 4 മാർക്ക്. നിങ്ങൾ മെത്തേഡിന് 4 മാർക്ക്, ആൻസറിന് 5 മാർക്ക്. ഈ ആൻസർ ആണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ് നൈബേഴ്സിനൊക്കെ കോസ്റ്റും തൊട്ട് മുന്നത്തെ നൈബർ അത് കൊടുക്കുക. മറ്റേത് ഇൻഫിനിറ്റി കൊടുക്കുക. ഏറ്റവും ലീസ്റ്റ് സെലക്ട് ചെയ്യുക. അത് സി ആണ്. എയും സിയും ഉണ്ട്. ത്രൂ എയും പോവാം, സിയും പോവാം. അങ്ങനെ വീണ്ടും ലീസ്റ്റ് സെലക്ട് ചെയ്ത് ലാസ്റ്റ് എത്തുക. ലാസ്റ്റ് ചിത്രം വരയ്ക്കുക. ഇതാണ് ഉള്ളത്. ഓക്കെ.